പൂനെയിൽ ഒരു 26-കാരി ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി. ഒരു കൊടും ക്രിമിനൽ, അവന് ജാമ്യത്തിലുള്ള ഒരുത്തനാണ് ഇറങ്ങി, ഒളിവിലാണ്. പിന്നെ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ക്രിമിനൽ ദത്തത്രേയ, അവനാണ് ഇതിനെ ബലാത്സംഗം ചെയ്യുന്നത്. അത് പിന്നെ വെളി വന്നത് ആളാരാന്ന് പോലീസ് അറിഞ്ഞു. ഇപ്പോൾ അവനെ പിടിച്ചിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് പൂനെ പോലീസ് അവനെ പിടികൂടിയത്, മഹാരാഷ്ട്ര പോലീസ്. അപ്പോൾ ഇത് ഇവൻ ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയെ അതിൻ്റെ ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് ബസ്സിൽ കയറാനായിട്ട് ഇരിക്കുക. രാത്രി നോക്കിയപ്പോൾ ബസ്സിൽ അവൻ പറഞ്ഞു, ശരി, അവൻ പരിചയപ്പെട്ടിട്ട് അവൻ പറയുന്നുണ്ട്, അയ്യോ അത് കണ്ടിട്ടില്ല, ബസ് അങ്ങോട്ട് പോകാനുള്ളതാണ്, അത് ഞാനും അങ്ങോട്ട് പോകാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വന്ന് ആ ബസ്, അന്നേരം അത് ചോദിച്ചു, അത് ഇരുട്ടാണല്ലോ ബസ്സിൽ. അല്ല, യാത്രക്കാരൊക്കെ ഉറക്കത്തില്ല, അതുകൊണ്ടാണ് ലൈറ്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിയെ ബസ്സിൽ കയറിയതും യവനും ചാടി കയറി അതകത്തുനിന്ന് അടച്ചതിന് ശേഷം ഇതിനെ ബലാത്സംഗത്തിൻ്റെ ഇരയാക്കി. ഈ കുട്ടി പിന്നെ അത് ഇറങ്ങി, നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി. ഇതും കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി അടുത്ത ബസ്സിൽ കയറിയിട്ട് അതിൻ്റെ അടുത്തിരുന്ന ഒരു സ്ത്രീയോട് പറഞ്ഞാണ്, അവർ അന്നേരം പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കാൻ. അങ്ങനെ പോലീസിനോടുത്ത് പറഞ്ഞപ്പോഴാണ് പോലീസ് ജാഗരൂകരായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനിടയായത്. അന്വേഷിക്കാൻ നോക്കിയപ്പോൾ ഇവനെ കിട്ടി. അവസാനം ഇപ്പോൾ യവനെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ നിന്നാണ് പിടിച്ചേക്കുന്നത്. 10 അടിയോളം ഉയരമുള്ള കരിമ്പാണ് എല്ലാം. അതിനിടയിൽ കയറിയാൽ പിടിക്കാനും നോക്കത്തില്ല, കാണാനും പറ്റത്തില്ല. പോലീസ് ഡ്രോണൊക്കെ ഉപയോഗിച്ചാണ് ഇവനെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവനെ മനസ്സിലാക്കി ആരാണെന്ന്, ഈ കുറ്റവാളിയെ. അതിനുശേഷം അവർ ഡ്രോൺ ഉപയോഗിച്ച്, എന്നിട്ട് ഇവൻ ഭക്ഷണം വാങ്ങിക്കാൻ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചു. അതും കഴിച്ചിട്ട് ഇവൻ പോയിട്ടുണ്ടേ സുഹൃത്ത് നേരെ പോലീസിനെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഇവൻ വന്നിട്ട് കരിമ്പ് തോട്ടത്തിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും അത് കോഡോൺ ചെയ്തിട്ട് അവർ പിടിച്ചു. ഏതായാലും അത് നന്നായി, ഒരു കൊടും ക്രിമിനൽ പിടിക്കപ്പെട്ടു ഇവനെ. നമുക്ക് വരുതാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, അപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നു. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞു, ഇത് യഥാർത്ഥ പോലീസിൻ്റെയും കോടതികളുടെയും മാത്രം ബാധ്യതയൊന്നുമല്ല ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ഈ കാര്യങ്ങൾ. ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്നതും അവരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതും സമൂഹത്തിൻ്റെ കൂടെ ബാധ്യതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ശരിയായ കാര്യമാണ്, ഒരു സംശയം വേണ്ട. ഞാൻ 100% അതോട് യോജിക്കുകയാണ്. കാരണം ഇത് പോലീസിന് മാത്രം വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമല്ല ഈ ഏരിയ എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ്. കാരണം സ്ത്രീകളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടന, നമ്മുടെ രാജ്യം എങ്ങോട്ട് മുമ്പോട്ട് പോകണം, വൈവിധ്യങ്ങളുള്ള നമ്മുടെ രാജ്യം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 ക്യാപിറ്റൽ AEയിൽ പറയുന്നുണ്ട്. അതിലാദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള, സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ അന്തസ്സിനെ ഹനിക്കുന്ന എല്ലാ പ്രവൃത്തികളും പാടെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത, അവരുടെ അന്തസ്സിന് കോട്ടം തട്ടാത്ത കാര്യങ്ങൾ മാത്രം നടക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. സമൂഹത്തിൻ്റെ ഒരു വലിയ ബാധ്യതയാണിത്. സമൂഹം അത് നിറവേറ്റണം. അതാണ് വേണ്ടത്.